guys, welcome back to our channel. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി 4 മണി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. എന്താ മമ്മിയുടെ റെസിപ്പി? നമ്മൾ ഇന്ന് കപ്പോട ഉണ്ടാക്കാം നമുക്ക്. ഓക്കേ, കപ്പയുടെ വേറെ കുറേ പേരുകളൊക്കെ. കപ്പയ്ക്ക് പൂള, മരച്ചീനി, കൊള്ളി എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. നമ്മുടെ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സ് ലേഡീസ് ആയിട്ടൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് കമന്റ് ബോക്സിൽ എഴുതിയിരിക്കാനും മറക്കരുത്. സോ വി കൻ ഗോ ടു ദ വീഡിയോ. നമുക്ക് കപ്പയുടെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. കഴുകി വൃത്തിയാക്കിയ കപ്പ 4 കഷ്ണങ്ങളാക്കി തിളപ്പിച്ച് വെള്ളം വാർത്തിയതിന് ശേഷം അത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ സബോള, ഇഞ്ചി, ഒരു കോഴിമുട്ട, വേപ്പിലയും മല്ലിയിലയും അരിഞ്ഞു വെച്ചത്, പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, ഗരം മസാല, കുറച്ച് അരിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണയും. ആദ്യം ഒരു വലിയ പാത്രത്തിലേക്ക് കപ്പ നമുക്കിടാം. അതിനുശേഷം സബോള, ഇഞ്ചി, പച്ചമുളക്, മല്ലിയിലയും വേപ്പിലയും മുട്ടയും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി, ചെറിയ പിഞ്ച് ഗരം മസാല, 2 ടീസ്പൂണോളം അരിപ്പൊടിയും ഇട്ട് നന്നായി വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കുറച്ച് ഉപ്പിൻ്റെയും മുളകിൻ്റെയും കുറവ് കാണാനുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇട്ട് നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഷേപ്പാക്കി എടുക്കാം. അതിന് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് വെള്ളം തൊട്ട് നമ്മുടെ കയ്യിൽ നന്നായി ഷേപ്പായിട്ട് എടുക്കാം. ഫ്രൈ ചെയ്യാനായി ഒരു പാൻ വയ്ക്കുക. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എല്ലാ വടകളും അതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 സൈഡും നന്നായി മറിച്ചിട്ടതിന് ശേഷം നമുക്ക് വറുത്ത് കോരാം. അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് അത് കഴിക്കാം.